കേസ് നമ്പർ SC-342/2026. അക്യൂസ്ഡ് ഗൗതം. ചെല്ല്. യുവർ ഓണർ, ഈ കേസിൽ ഒരുപാട് വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി കുറ്റകൃത്യത്തിന്റെ തീവ്രതയും കുറ്റവാളിയുടെ അതിലെ ഇൻവോൾവ്മെന്റും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം തന്നെ പ്രതിയായ ഗൗതമിനെതിരാണെന്ന് വ്യക്തമാണ്. പോരാത്തതിന് കാണാതായ പ്രണവിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ആ പാവൻ ചെറുപ്പക്കാരൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് പോലും ഉറപ്പില്ല. ഏറ്റവും സങ്കടകരമായ കാര്യം, അക്യൂസ്ഡായ ഈ ഗൗതം സ്വന്തം സഹോദരനോട് തന്നെയാണ് ഈ ക്രൂരത കാണിച്ചിട്ടുള്ളത് എന്നാണ്. അതിലും വിചിത്രമായി തോന്നുന്നത്, കുടുംബത്തിലെ എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ട സ്വത്തുക്കൾ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് ഈ കൃത്യം ചെയ്തതെന്നാണ്. എല്ലാ തെളിവുകളും തള്ളിക്കളഞ്ഞാൽ പോലും ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ പ്രണവ് അയാളുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത വീഡിയോയിൽ ഗൗതമാണ് തട്ടിക്കൊണ്ടുപോയതെന്നും സ്വത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നും കൃത്യമായി പറയുന്നുണ്ട്. എവിഡൻസ് ആയി അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതുമാണ്. യുവർ ഓണർ, ഈ കേസിൽ ഗൗതമിന് ജാമ്യം അനുവദിച്ചാൽ ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുമെന്നും ദുർബലപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഗൗതം ഗോപിനാഥിന് സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആൾക്കാരുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗൗതം പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് മാത്രമല്ല, തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി പ്രണവിന്റെ ജീവൻ പോലും അപകടത്തിലാകുമെന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഗൗതമിന് ജാമ്യം അനുവദിക്കരുതെന്നും എത്രയും വേഗം എല്ലാ തെളിവുകളുമുള്ള ഈ കേസ് ഗൗതമിനെതിരെ തീർപ്പാക്കി എന്റെ കക്ഷിക്ക് നീതി നടപ്പാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. യുവർ ഓണർ, കാണാതായിരിക്കുന്ന പ്രണവിനെ കുറിച്ച് ആദ്യം പ്രണവ് അയച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ അല്ലാതെ വേറെ എന്തു പറ്റിയെന്ന് ഒരു വിവരവും ഇല്ല. സംഭവം ആ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ പ്രണവ് മരിച്ചുവെന്ന് ആദ്യം തന്നെ സംശയം പ്രകടിപ്പിച്ചു. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രണവിനെ കാണാനില്ല എന്നൊരു പരാതി കിട്ടി മണിക്കൂറുകൾക്കകം ഗൗതമിനെ കസ്റ്റഡിയിലെടുക്കാൻ ധൃതി കാണിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ മിസ്റ്റർ സുരേഷിന് പ്രണവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാനായിട്ടില്ല എന്നതാണ്. ഗൗതമിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ധൃതി പോലും മനഃപൂർവ്വം സ്വന്തം ഭാഗം ന്യായീകരിക്കാനുള്ള എന്റെ കക്ഷിയുടെ അവസരം നഷ്ടപ്പെടുത്തി കളയാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒബ്ജക്ഷൻ, യുവർ ഓണർ. പ്രൊസീഡ്. യെസ്, യുവർ ഓണർ. യുവർ ഓണർ, ഈ കേസിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ മിസ്റ്റർ സുരേഷ് വെറുമൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമല്ല. സംഭവം നടന്ന ദിവസം ഗൗതമിന്റെ കാറിൽ പ്രണവ് ഉണ്ടായിരുന്നുവെന്നും പ്രണവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞതിനും ഈ ഓഫീസർ തന്നെ സാക്ഷിയാണ്. അത് എഫ്ഐആറിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗൗതമിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഗൗതമന്റെ കാറിൽ നിന്നും പ്രണവ് ഡൽഹിയിലേക്ക് പോകുമ്പോൾ കൂടെ കരുതിയിരുന്ന ബാഗ് കണ്ടെത്തിയതും ഇതേ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെയാണ്.
അതിന് പരാതിക്കാരിയായ ശിവാനിയും സാക്ഷിയാണ്. വിശ്വസനീയമായ തെളിവുകൾ മുഴുവൻ ഗൗതമിനെതിരായിരിക്കുമ്പോഴും പ്രണവിനെ കാണാനില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് എതിർഭാഗം വക്കീൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഗൗതമിനെ റിമാൻഡ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ ഒരു മാറ്റവുമില്ലാതെ അതേപടി ഇപ്പോഴും തുടരുന്നു. ഗൗതമിന് എന്തെങ്കിലും പറയാനുണ്ടോ? യുവർ ഓണർ, സംഭവം നടക്കുന്ന ദിവസം കുറച്ച് ഗുണ്ടകളുമായിട്ടുണ്ടായ അടിപിടിയിൽ നിന്നും പ്രണവിനെ രക്ഷപ്പെടുത്തി ഞാൻ കാറിൽ കൊണ്ടുപോയി എന്ന് പറയുന്നതും വീട്ടിലേക്കുള്ള ആ യാത്രക്കിടയിൽ ബഹുമാനപ്പെട്ട ഈ പോലീസ് ഓഫീസർ എന്നെ കണ്ടു എന്ന് പറയുന്നതും നേരാണ്. ആ അടിപിടി പോലും ഗൗതം തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഡ്രാമയായിരുന്നു യുവർ ഓണർ. പ്ലീസ് അയാൾ പറയട്ടെ. ആ, ഗൗതം പറഞ്ഞോളൂ.